നമസ്കാരം, ഞാൻ ബിന്ദു ടീച്ചർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണങ്ങളും പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. പാഠഭാഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം അത് ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. നിങ്ങളുടെ സഹപാഠികൾക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. 10ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റിലെ വിഷുക്കണി എന്ന കവിതയുടെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതിലെ 1ാമത്തെ ചോദ്യം ഇപ്രകാരമാണ്: കവിതയ്ക്ക് അനുയോജ്യമായ ഈണവും താളവും നൽകി അവതരിപ്പിക്കാനാണ് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അക്ഷരസ്ഫുടതയോടെയും അതുപോലെ വ്യക്തതയോടെയും അതിൻ്റെ ഭാവത്തിനനുസരിച്ച് ഒരു ഈണം കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: എങ്ങനെ ഒതുങ്ങുന്ന ഈ ചെറുവട്ടം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വിഷുക്കണിയുടെ സമൃദ്ധി നുകരുന്നതിന് വേണ്ടി കുട്ടി ഐശ്വര്യവും സമത്വവും സമൃദ്ധിയും അനുഭവിക്കാൻ കഴിയാത്തവരുടെ ഒരു ജീവിതവും കൂടെ അതിനിടയിൽ കുട്ടി തിരിച്ചറിയുന്നുണ്ട്. കണിക്കൊന്നയുടെ സുവർണ നീരരുവിയിൽ മുങ്ങിക്കുളിച്ചും ഫലസമൃദ്ധമായ വൃക്ഷങ്ങളിൽ ഊഞ്ഞാലാടിയും അതുപോലെ പുന്നല്ലുകൾ വിരിച്ചിട്ടിരിക്കുന്ന പായകൾ ചൂടിൽ വെച്ചും നിറയുന്ന ഒരു സമൃദ്ധിയുടെ വിളയാട്ടമാണ്. ഐശ്വര്യസമൃദ്ധമായ ഒരു ആഘോഷമാണല്ലോ വിഷു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും അനുഭവിക്കാനുള്ളതാണ്. ഇത് വളരെ ഒരു ന്യൂനപക്ഷത്തിന് മാത്രം ഉള്ളതല്ല. പക്ഷേ നിർഭാഗ്യവശാല് ഒരു ഭൂരിപക്ഷവും ഇത് അനുഭവിക്കാൻ കഴിയാതെ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അവിടെ ഈ ചെറുവട്ടം എന്ന് പറയുന്നത് ഇതെല്ലാം അനുഭവിക്കാൻ കഴിയുന്ന ഒരു ന്യൂനപക്ഷത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചെറുവട്ടത്തിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന സമൃദ്ധിയുടെ ദേവതയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെയാണ് മഹാലക്ഷ്മിക്ക് അതിന് സാധിക്കുന്നതെന്ന് കൂടി ചോദിക്കുന്നുണ്ട്. ഈ ചെറിയ വട്ടത്തിലല്ല, ഈ ലോകത്തിന്റെ വിശാലതയിൽ എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്നതുമായ, എല്ലാവർക്കും സന്തോഷത്തോടെ ചേരാൻ കഴിയുന്ന ഒരു ആഘോഷം ഉണ്ടാവണം എന്നാണ് നമ്മുടെ കവിയുടെ മനസ്സിലുള്ള ആ കുട്ടി യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഒരു സാമൂഹ്യ നീതിയെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, സമത്വം. അതിനെയാണ് കവി ഈ വരികളിലൂടെ നമുക്ക് മുൻപിൽ വയ്ക്കുന്നത്. അടുത്തത് ചോദ്യം: എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമീ ഉൾനാട്ടിലൻ ചങ്ങാതിമാർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. വിഷുക്കണി എന്നുള്ള കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. വീടെന്ന് പറഞ്ഞുകൂടാ ചാളയാണ് ഒരു മണ്ണെണ്ണ വിളക്കുണ്ട്. ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്കമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് അരിച്ചിറങ്ങാൻ തുടങ്ങും. ലോകം ഒരു ഇരുട്ടായി എന്നെ ചുറ്റിവരിയും. വയറ് കാളാൻ തുടങ്ങുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് പോകും. അവിടെ കഞ്ഞി പാത്രത്തിൽ തരില്ല, മുറ്റത്തുപോലുമല്ല, തൊടിയിൽ മണ്ണു കുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും. എതിര് എം കുഞ്ഞാമൻ. കവിതയിൽ അവതരിപ്പിക്കുന്ന ഇരുട്ടും എം കുഞ്ഞാമന്റെ അനുഭവ വിവരണത്തിലെ ഇരുട്ടും നൽകുന്ന സൂചനകൾ ചർച്ച ചെയ്യാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്, അടച്ചു പൂട്ടിയ കണ്ണുകള് വിഷു കണി കാണാനായിട്ട് തുറക്കുന്നതിന് മുൻപ് തന്നെ അറിയാതെ ഒന്ന് തുറന്നു പോയ ആ കുട്ടി, അവന്റെ ഹൃദയത്തില് ആ ചുറ്റുപാടും കണ്ട ഇരുട്ടിന്റെ വേദന അവസാനിക്കുന്നതേ ഇല്ല. തൻ്റെ കൂട്ടുകാരുടെ എല്ലാം ഗൃഹങ്ങൾ ഇരുട്ടിലാണെന്ന് അവൻ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ സമൃദ്ധമായി ഒരു വിഷു ആഘോഷിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ സമൃദ്ധമായി ഉണ്ണുവാൻ കഴിയാത്ത ഒരു ജനതയുടെ ജീവിതത്തെയാണ് ഇരുട്ട് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ സമൂഹത്തില് മുഖ്യധാരയിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു വിഭാഗത്തെയാണ് ഇവിടെ കുഞ്ഞാമന്റെ വാക്കുകൾ പ്രതിനിധീകരിക്കുന്നത്. അപ്പം അമ്മ വിളക്കെടുത്തുകൊണ്ട് പോയാൽ പിന്നെ മനസ്സിലേക്ക് പതുക്കെ ഇരുട്ട്, കണ്ണിലേക്കും മനസ്സിലേക്കൊക്കെ ഇരുട്ട് അരിച്ചു കടന്നു വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇരുട്ട് സമൂഹത്തിൻ്റെ പിന്നാക്ക വിഭാഗക്കാർ എന്നൊരു കാലത്ത് കരുതപ്പെട്ടിരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അവരെ കഴിയാൻ വിധിക്കപ്പെട്ട ഒരു ജീവിതാവസ്ഥയാണ് സൂചിപ്പിക്കുക. എത്രത്തോളം ഹീനമായ ഒരവസ്ഥയായിരുന്നു അക്കാലത്ത് നിലനിന്നിരുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അല്ലേ? അപ്പോൾ അത് എത്രത്തോളം ദുരവസ്ഥയായിരുന്നു എന്ന് നമ്മൾ ആ ഇരുട്ട് എന്ന് പറയുന്ന, ആ മനസ്സിലേക്ക് അരിച്ചു വരുന്ന ഇരുട്ട്, അല്ലെങ്കിൽ അയാളിലേക്ക് അരിച്ചിറങ്ങിയിരുന്ന ഇരുട്ടെന്ന് പറയുന്നത് ആ ഏറ്റവും മോശപ്പെട്ട ആ സാഹചര്യത്തെക്കുറിച്ച് ആണ് നമുക്ക് ആ സൂചന നൽകുന്നത്. അറിവ് നേടുമ്പോഴും സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാകുമ്പോഴും
സമൂഹത്തിലെ എല്ലാവർക്കും ഒരുപോലെ പങ്കുവയ്ക്കാൻ കഴിയുമ്പോഴാണ് ആ ജീവിതത്തിന് അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിന് ഒരു മാതൃകാ സമൂഹമെന്ന് പറയാൻ കഴിയുക. വിവേചനമില്ലാത്ത ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ വരേണ്ടിയിരിക്കുന്നു എന്നൊരു സൂചനയും കൂടിയാണ് കവിയുടെ വാക്കുകൾ നൽകുന്നത്. അടുത്ത ചോദ്യം, വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ, എല്ലാവർക്കും അന്നപൂർണയാം ദേവി. വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്ന സാമൂഹ്യ ദർശനത്തിന്റെ സവിശേഷതകൾ വിവരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും ലോകം പുലർന്നു കാണാനുള്ള കവിയുടെ ആഗ്രഹമാണ് ഈ വരികളിൽ തെളിയുന്നത്. അതായത് സമൃദ്ധി ഒരു ന്യൂനപക്ഷത്തിന് മാത്രമുള്ളതല്ലെന്നും മഹാഭൂരിപക്ഷം വേദനയിലും അല്ലെങ്കിൽ അസമത്വത്തിൻ്റെതായ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഒക്കെ മുഴുകി കഴിയുമ്പോൾ മറ്റുള്ളവര് ഈ ആഘോഷത്തിമിർപ്പിന് എന്ത് പ്രസക്തിയാണുള്ളതെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അവിടെ ഇരുട്ടിൽ അകപ്പെട്ടുപോയ ദരിദ്ര ജനതയുടെ ജീവിതത്തിലെ ചെളിയിൽ നിന്ന് താമരപ്പൂക്കൾ വിരിയുന്നത് പോലെ അവരുടെ ഇടയിലും സമൃദ്ധിയും സന്തോഷവും ആഹ്ലാദവും ആഘോഷവും ഒക്കെ നിറയണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത്. സമൂഹത്തിലെ സമ്പന്നരുടെ ജീവിതത്തിൽ മാത്രമല്ല സാധാരണക്കാരുടെ വീട്ടിലും കണിയായി നിറഞ്ഞ് അവർക്ക് സുഭിക്ഷത പ്രദാനം ചെയ്യണം എന്നാണ് അന്നപൂർണ ദേവിയോട് കവി ആവശ്യപ്പെടുന്നത്. അപ്പം വർണ്ണ വർഗ ലിംഗ ജാതി മത ഭേദമൊന്നുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ കഴിയുന്നതാവണം നമ്മുടെ എല്ലാ ആഘോഷങ്ങളും. ആഘോഷിക്കാൻ എല്ലാവർക്കും അതിന് അവസരം കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ സമൂഹം എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ളൊരു മാനവിക ദർശനമാണ് കവി ഈ വരികളിൽ പ്രകടിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ആഘോഷങ്ങൾ ആനന്ദം പകരേണ്ടവയാണ്. നിങ്ങൾ പങ്കെടുത്ത ഏതെങ്കിലും ആഘോഷ ദിനത്തിന്റെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡയറി കുറിപ്പുകളൊക്കെ തയ്യാറാക്കുന്ന രീതി നിങ്ങൾ മുൻപ് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ആഘോഷത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞ അല്ലെങ്കിൽ അനുഭവിച്ച ആഘോഷിച്ച ഏതെങ്കിലും ഒരു ആഘോഷത്തെക്കുറിച്ചുള്ള ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആശയം, ചമത്കാരം, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് വിഷുക്കണി എന്ന കവിതയ്ക്കൊരു ആസ്വാദനം തയ്യാറാക്കാനാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്കറിയാമല്ലോ വൈലോപ്പള്ളിയുടെ ആ കവിതയുടെ സവിശേഷത എന്ന് പറയുന്നത് ഉയർന്ന ഒരു മാനവിക ദർശനം തന്നെയാണ് നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. ഒരു സമത്വസുന്ദരമായ ലോകത്തെയാണ് കവി ആഗ്രഹിക്കുന്നത്. ജീവിത യാഥാർത്ഥ്യത്തിന്റെ വൈരുദ്ധ്യങ്ങളാണ് നമുക്ക് ആ കവിതയിലുടനീളം കാണാൻ കഴിയുന്നത്. അല്ലെ, ഒരിടത്ത് വലിയ ആഘോഷം നടക്കുമ്പോൾ മറ്റുള്ളവര് ഇരുട്ടിൽ ആണ്ടുകിടക്കുകയാണ്, ദാരിദ്ര്യത്തിൽ ആണ്ടുകിടക്കുന്ന കാഴ്ച. അപ്പം വളരെ മനോഹരമായ ഒരു ചിത്രമാണ് തുടക്കത്തിൽ നമുക്ക് ആ വിഷുക്കണിയെ കുറിച്ചുള്ള മനോഹരമായ ഒരു ചിത്രം, ഒരു സമൃദ്ധിയുടെ ചിത്രം നമുക്ക് അവിടെ തരുന്നുണ്ട്. വിഷുക്കണിയുടെ മധുരമായ അനുഭൂതികളാണത് പങ്കുവയ്ക്കുന്നത്. അതായത് ഒരു വാങ്മയ ചിത്രം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വെള്ളിപോൾ തിളങ്ങുന്ന ഓട്ടുരുളി, കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കുന്ന മഹാലക്ഷ്മി, അതുപോലെ അതിൽ സമൃദ്ധമായി വെച്ചിരിക്കുന്ന നാളികേരം, തിരികള്, പിന്നെ അതിൻ്റെ വാൽക്കണ്ണാടി, ഇതെല്ലാം ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് സമൃദ്ധി നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അനുജത്തിമാരുടെ ആ സന്തോഷം, പൂത്തിരി കത്തിക്കുന്നതിൻ്റെ ആ സന്തോഷം, ഇതൊക്കെ ഏറ്റവും മനോഹരമായിട്ടൊരു വാക്കുകൾ കൊണ്ട് ചിത്രം വരച്ചിരിക്കുന്ന പോലെ നമ്മുടെ മനസ്സിൽ പതിയത്തക്കവണ്ണം വിവരിക്കാനായിട്ട് കവിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അത്ര സുന്ദരമല്ലാത്ത ഒരു ലോകത്തെ കൂടെ കവി ഇവിടെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അല്ലേ? അമ്മയുടെ വിരൽ തുമ്പ് പിടിച്ച് അവിടെ കണിവെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അറിയാതെ ഒന്ന് കണ്ണു തുറന്നു പോകുന്നു. അപ്പോഴാണ് തിരിച്ചറിയുന്നത് തൻ്റെ കൂട്ടുകാരൊക്കെ താമസിക്കുന്ന ആ കൂരകളിൽ അപ്പോഴും വെളിച്ചം വീണിട്ടില്ല, അവിടെ ഒന്നും ഒരു ആഘോഷത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഒരു സൂചന പോലും കാണുന്നില്ല എന്നൊക്കെ. അപ്പം കണ്ണടയ്ക്കുകയും വീണ്ടും കണ്ണടച്ച് തുറക്കുമ്പോൾ കാണുന്നത് വിഷുക്കണിയാണ്. അപ്പോൾ ആ ഒരു ഭിന്നത അല്ലെങ്കിൽ ആ ഒരു വൈരുദ്ധ്യം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. തൻ്റെ തറവാട്ടിൻ്റെ നാലുകെട്ടിലും ആ ചുറ്റുവട്ടത്തും മാത്രം, ഇത്തിരി വട്ടത്തിൽ മാത്രം ഉള്ളതാണ് ഈ ആഘോഷമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ ഇത് ഈ ഒരു സമൃദ്ധി അല്ലെങ്കിൽ ഈ ഒരു സന്തോഷം, ഈ ഒരു വെളിച്ചം, അത് നമ്മുടെ ഉള്ളിലോ നമ്മുടെ ചുറ്റുവട്ടത്തും മാത്രം ഉണ്ടാകേണ്ടതല്ല, അത് മറ്റുള്ളവരുടെ ജീവിതങ്ങളിലും ഉണ്ടാവേണ്ടതാണ് എന്നത് ഒരു സമത്വത്തിൻ്റെ ഒരു സൂചനയായിട്ട്, സമത്വത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കടന്നു വരുന്നതിന് അദ്ദേഹത്തിൻ്റെ വരികൾ പ്രാപ്തമാണ്. സമൂഹത്തിൽ പടരേണ്ട ഐശ്വര്യത്തെ ക്ലാവ് പിടിച്ച കണ്ണാടിയിൽ ചേർത്ത് വെച്ച് നമ്മൾ മാത്രം ആഘോഷിക്കുന്നത് വളരെ ഒരു അനീതിയാണ് എന്ന ഒരു ചിന്തയും കൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴും പ്രത്യാശയുടെ ഒരു നുറുക് വെട്ടം അദ്ദേഹത്തിലുണ്ട്. എന്താണ്? അതുകൊണ്ട് തന്നെയാണ് അവർക്കും കൂടെ
തൻ്റെ കൂട്ടുകാർക്കും കൂടെ അല്ലെങ്കിൽ തന്നെ പോലെയുള്ളവരല്ലാത്ത ഒരു ഭൂരിപക്ഷത്തിനും കൂടെ ആഘോഷിക്കാൻ കഴിയുന്നതാവണം ഈ ആഘോഷങ്ങളൊക്കെ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഉദാരതയുടെ പ്രതീകമായ ഐശ്വര്യ ദേവതയ്ക്ക് ഒരു ചെറുവട്ടത്തിൽ ഒതുങ്ങി തങ്ങളിലേക്ക് മാത്രം നോക്കുന്ന ആ കണ്ണുകളെ മാത്രം അനുഗ്രഹിക്കാതെ അല്ലെങ്കിൽ അതിനെ തഴുകാതെ എല്ലാവരെയും കൂടെ അനുഗ്രഹിക്കാൻ, സുഭിക്ഷത പ്രദാനം ചെയ്യാൻ അന്നപൂർണ ദേവിക്ക് സാധിക്കണം എന്ന് അദ്ദേഹം പറയുമ്പോൾ സമത്വം തന്നെയാണ് അതിൻ്റെ പ്രസക്തിയാണ് ആ വരികളിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് പാരമ്പര്യത്തിൻ്റെ പേരിലും മറ്റും അഭിമാനിക്കുന്ന ഒരു വിഭാഗം എല്ലാ കാലത്തും ഇവിടെ ഉണ്ട് അല്ലേ? അപ്പം അതുപോലെ ആ ഒരു വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹം ആ ക്ലാവ് പിടിച്ച വാൽക്കണ്ണാടി എന്നൊക്കെ പറയുന്നിടത്ത് അതിൻ്റെ ആ ചോദ്യം ചെയ്യൽ, പാരമ്പര്യത്തെ പുറകെ പിടിക്കുന്നതിൻ്റെ ചോദ്യം ചെയ്യലൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പം ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ള ഒരു സങ്കല്പം തന്നെ മാറിയിട്ട് എല്ലാവരും ഒരുപോലെ ആഘോഷിക്കാൻ കഴിയുന്ന, അത് എങ്ങനെയായിരുന്നാലും ഒരുപോലെ ആയിരിക്കണം എല്ലാവരുടെയും ആഘോഷം എന്ന സമഭാവന ആണ് ഈ കവിതയിലൂടെ അദ്ദേഹം കൊണ്ടുവരാനായിട്ട് ഓരോ വരികളിലും അദ്ദേഹം കൊണ്ടുവരുന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്മനം കൊതിക്കയാം ചെളിയിൽ സരോരുഹ പൊന്മലരുകൾ പോലി പാഴിരുൾ പരപ്പിങ്കൽ. അപ്പൊ ഇരുള് നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ദാരിദ്ര്യം നിറഞ്ഞു നിൽക്കുന്ന, അസമത്വം നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ ഒരു വെളിച്ചം വീശണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അസമത്വത്തിന്റെ ലോകത്ത് സമത്വത്തിന്റെ ഒരു പൊൻപുലരിയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്, സ്വപ്നം കാണുന്നത്. അപ്പോൾ സമത്വസുന്ദരമായ ലോകത്ത് എല്ലാവരും ഏകോദര സോദരരെ, ഒരമ്മ പെറ്റ മക്കളെ പോലെ ഏകോദര സോദരരെ പോലെ വാഴുന്ന ഒരു ലോകവും ഒരു കാലവുമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ സാമൂഹ്യ ബോധത്തിൻ്റെ ഹൃദയസ്പർശിയായ ഒരാവിഷ്കാരമാണ് ഈ കവിത എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സമത്വസുന്ദരമായ ലോകത്തെക്കുറിച്ചുള്ള മഹത്തായ സങ്കല്പമാണ് വിഷുക്കണി. ഈ ആശയം ഉൾപ്പെടുത്തിയ ആഘോഷങ്ങളും മാനവികതയും എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്താനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ പ്രഭാഷണത്തിൻ്റെ രൂപം ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. നമ്മുടെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ അടയാളങ്ങൾ തന്നെയാണ്. എല്ലാ ആഘോഷങ്ങളും നന്മയുടെയും സമർപ്പണത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് എല്ലാ സമൂഹങ്ങൾക്കും അവരുടേതായ ആഘോഷങ്ങളുണ്ട്. ഏത് ആഘോഷമായിരുന്നാലും അത് സമൂഹത്തിലെ നിരാലംബരായിട്ടുള്ള, ദരിദ്രരായിട്ടുള്ള, ആശ്രയം നഷ്ടപ്പെട്ടവരെ ഒക്കെ ചേർത്ത് പിടിക്കുന്ന, അവർക്കൊക്കെ ആഘോഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കണം. അവരെ മറന്നുകൂടാ, അവരെ നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കണം. അതിനുള്ള കാരുണ്യവും അലിവും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നാണ് നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ എന്തായിരുന്നാലും അത് നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെയും നമ്മുടെ അയൽവാസികളെയും നമ്മുടെ നാട്ടിലുള്ളവരെയും ഒക്കെ ഒരുപോലെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ ആഘോഷങ്ങൾ. അത് ഓണമായാലും വിഷു ആയാലും ഈദായാലും ക്രിസ്മസ് ആയാലും ദീപാവലി ആയാലും എല്ലാ ആഘോഷങ്ങളും, എല്ലാ നാട്ടിലുള്ള എല്ലാ ഉത്സവങ്ങളും എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന, അതാണ് മാനവികത എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ ഉൾക്കൊള്ളുന്നതായിരിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും നമ്മൾ അതിലാണ് മനസ്സ് വയ്ക്കേണ്ടത്. അപ്പോൾ ഓരോ ആഘോഷത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അല്ലേ? ഉപവസിച്ചിരിക്കുന്ന ഉപവാസത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്, സദ്യയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് അല്ലേ? ആഘോഷത്തിമിർപ്പുകൾക്ക്, പൂത്തിരികൾക്ക് ഒക്കെ പ്രാധാന്യം നൽകുന്നുണ്ട് അല്ലേ? മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കും ഏത് ആഘോഷമായിരുന്നാലും അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യത്വം തന്നെയാണ്. മനുഷ്യനെ മനുഷ്യനായി കാണുകയും എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ കഴിയുന്ന അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാമല്ലോ, പ്രകൃതി തന്നെ പല ആഘോഷ സമയങ്ങളിലും പ്രകൃതി തന്നെ പൂർണ്ണമായും അതിൻ്റെ പ്രകൃതിയെ സമ്പൂർണ്ണമാക്കാൻ ശ്രദ്ധിക്കാറുണ്ടല്ലോ. ഇതൊരിക്കലും ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു ചെറിയ സമൂഹത്തിന് വേണ്ടിയോ അല്ല, ഇതെല്ലാവർക്കും വേണ്ടിയാണ്. പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളും എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് എല്ലാവർക്കും പങ്കുവയ്ക്കാനുള്ള ഒരു ദിവസമാണ് ഈ ആഘോഷം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ ആഘോഷങ്ങൾ മറ്റുള്ളവരെ നോവിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കാൻ, അവർക്ക് സന്തോഷം പകരാൻ ഉള്ളതായിരിക്കണം. അവരെ എല്ലാ ആഘോഷങ്ങളിലും പരസ്പരം ചേർത്ത് പിടിക്കാൻ എല്ലാവർക്കും കഴിയണം. ഒരാൾക്കല്ല, എല്ലാവർക്കും അതിന് കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ. ഇതോടുകൂടി നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.